السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ISM ഈസ്റ്റ് ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന സന്ദേശയാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, അന്ധവിശ്വാസങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അന്ധവിശ്വാസങ്ങൾ മനുഷ്യന്റെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിച്ചു കളയുകയും ശാശ്വതമായ ജീവിതത്തെ നാശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ കാര്യം പ്രത്യേകം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ആർക്കാണ് ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കുക എന്ന ചോദ്യത്തിന് മറുപടിയായി ഖുർആൻ എടുത്തു പറഞ്ഞത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, വിശ്വാസികളാണ് സമാധാനം ലഭിക്കുന്ന ആളുകൾ. പക്ഷെ വിശ്വാസം മാത്രം പോരാ. വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ ളുൽമ് കലർത്താൻ പാടില്ല. ഷിർക്കടക്കമുള്ള ളുൽമ് കലർത്താൻ പാടില്ല. ഉലൈക ലഹുമുൽ അംൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാണ് നേർമാർഗം പ്രാപിച്ചിട്ടുള്ളവർ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അഥവാ ഷിർക്കു കലരാത്ത യഥാർത്ഥ വിശ്വാസമുള്ളവർക്കേ സ്വസ്ഥതയും സമാധാനവും ജീവിതത്തിൽ ലഭ്യമാവൂ എന്നാണ് ഖുർആൻ പ്രഖ്യാപിച്ചത്. ഏറ്റവും വലിയ ളുൽമ് ഷിർക്കാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പടച്ചവനിലേക്ക് മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്തുകൾ പടപ്പുകളിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് അത് ഷിർക്കായിത്തീരുന്നത്. ആ ഷിർക്ക് ജീവിതത്തിൽ വന്നാൽ നമ്മൾ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങളും തകർന്നു പോവുകയും അവസാനം ജീവിതത്തിൽ നാശത്തിലെത്തിച്ചേരുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിലെ 65-ാമത്തെ വചനത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഈ ഷിർക്കാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം. ഇതിനെതിരെയാണ് മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ടുകാലമായി പോരാട്ടം നടത്തുന്നത്. അതുപോലെ ഇതേ തരത്തിലുള്ള പല അന്ധവിശ്വാസങ്ങളുമുണ്ട്. സിഹിർ, മാരണം, ഗൂഢോത്രം എന്നൊക്കെ പറയുന്ന അന്ധവിശ്വാസവും ഇതിൽപ്പെട്ടതു തന്നെയാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചു, മൻ അഖദ ഉഖ്ദതൻ തുമ്മ നഫസ ഫീഹാ ഫഖദ് സഹറ വമൻ സഹറ ഫഖദ് അശ്റക. ആരെങ്കിലും ഒരു കെട്ടുകെട്ടുകയും എന്നിട്ട് അതിൽ ഊതുകയും ചെയ്താൽ അവൻ മാരണമാണ് ചെയ്തിട്ടുള്ളത്, സിഹിറാണ് ചെയ്തിട്ടുള്ളത്. ആരെങ്കിലും സിഹിർ ചെയ്താൽ അവൻ ഷിർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ സിഹിർ വൻ പാപമായി എണ്ണാൻ കാരണം അത് ഷിർക്കിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സിഹിറിന്, ഈ മാരണത്തിന് ഹക്കീക്കത്തും തഅ്സീറുമുണ്ട് എന്ന വിശ്വാസം സിഹിറിന് അല്ലാഹു അല്ലാത്തവരിലേക്ക് സമർപ്പിക്കുന്ന ഇബാദത്തുകൾക്ക് ഈ ലോകത്ത് ഫലം ലഭിക്കുമെന്ന വിശ്വാസത്തിന് തുല്യമാണ് എന്നാണ് പ്രവാചകൻ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, സൂറത്തു നിസായിലെ 51, 52 വചനങ്ങളിൽ അഹ്ലുൽ കിതാബിൽപ്പെട്ട ചില ആളുകളെ പടച്ച തമ്പുരാൻ ശപിക്കുകയുണ്ടായിട്ടുണ്ട്. ആ ശാപം അവരിൽ സംഭവിക്കാനുള്ള കാരണമായി വിശുദ്ധ ഖുർആൻ അവിടെ 3 കാരണങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ ഒരു കാരണമായി പറഞ്ഞത് യുഅ്മിനൂന ബിൽ ജിബ്തി എന്നാണ്. അവർ ജിബ്തിൽ വിശ്വസിക്കുന്നു എന്ന. ജിബ്തിന് മുഫസ്സിറുകൾ നൽകിയിട്ടുള്ള അർത്ഥങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അർത്ഥം സിഹിർ എന്നാണ്, മാരണമെന്നാണ്. മാരണത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മാരണം കൊണ്ട് എനിക്ക് ഗുണമോ ദോഷമോ ഉണ്ടാകുമെന്ന ആ വിശ്വാസം അത് അങ്ങേയറ്റം പാപമാണ്. അതുകൊണ്ട് തന്നെ പടച്ചവന്റെ ശാപം അവനുണ്ടാകും. പടച്ചവനിൽ മാത്രം തവക്കുലാക്കുന്നതിനു പകരം പടപ്പുകളിലേക്ക് തവക്കുലാക്കുന്നതിന് തുല്യമാണിത് എന്നാണ് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ച മറ്റൊരു വചനമുണ്ട്. ചില ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. 5 വിഭാഗം ആളുകൾ അല്ലെങ്കിൽ 3 വിഭാഗം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ 2ാമത്തെ വിഭാഗമായി എണ്ണിയിട്ടുള്ളത് വലാ മുഅ്മിനും ബിസിഹിരിൻ,
സിഹിരിൽ വിശ്വസിക്കുന്നവൻ, മാരണത്തിൽ വിശ്വസിക്കുന്നവൻ എന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ വലാ മുസദ്ദിക്കും ബി സിഹിരിൻ എന്ന് കാണാൻ സാധിക്കും, സിഹിറിനെ സത്യപ്പെടുത്തുന്നവൻ എന്ന്. അഥവാ മാരണക്കാരന്റെ മാരണത്തിലൂടെ എനിക്ക് ഗുണമോ ദോഷമോ രക്ഷയോ ശിക്ഷയോ ഉണ്ടാകുമെന്ന ആ വിശ്വാസം, അഥവാ ആ മാരണത്തിന് ഹക്കീക്കത്തും തൗസീറുമുണ്ട് എന്ന വിശ്വാസം അങ്ങേറ്റം പിഴച്ചതാണ്. ആ വിശ്വാസം പടച്ചവനിൽ പങ്കുചേർക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടു തന്നെ അവൻ സ്വർഗപ്രവേശം നേടിയെടുക്കുകയില്ല എന്നാണ് പ്രവാചകൻ ഇതിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള മാരണം പ്രവാചകന് പോലും ഫലിച്ചു എന്ന അന്ധവിശ്വാസവുമായി സമൂഹത്തിൽ നടക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. നമ്മൾ ഇത് പ്രചരിപ്പിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് വ്യക്തമായ അന്ധവിശ്വാസമാണ്. വസ്തുത അന്വേഷിക്കുകയാണെങ്കിൽ ശത്രുക്കൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഉന്നയിച്ച ആരോപണമാണ് പ്രവാചകനു മാരണം ബാധിച്ചിട്ടുണ്ട്, സിഹിർ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രവാചകൻ മാരണക്കാരനാണ്, അതുമല്ലെങ്കിൽ പ്രവാചകൻ ഭ്രാന്തനാണ്, പ്രവാചകൻ ജ്യോത്സ്യനാണ്, പ്രവാചകൻ കവിയാണ് എന്നെല്ലാമുള്ള ആരോപണങ്ങൾ. ഈ ആരോപണങ്ങൾക്കെല്ലാം ഖുർആൻ അക്കമിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ ജ്യോത്സ്യനല്ല, പ്രവാചകൻ കവിയല്ല, മാത്രവുമല്ല പ്രവാചകനു ഭ്രാന്തു ബാധിച്ചിട്ടില്ല. ശത്രുക്കൾ ആരോപിച്ചു പ്രവാചകനെ കുറിച്ച്, വഖാലു യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ ഇന്നക ലമജ്നൂൻ, സൂറത്തു ഹിജ്റിലെ വചനം. അല്ലയോ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ള, ദിക്ർ ഇറക്കപ്പെട്ടിട്ടുള്ളവനെ, തീർച്ചയായും നീ ഭ്രാന്തനാണ് എന്ന്. അങ്ങനെ ആരോപണം ശത്രുക്കൾ ഉന്നയിച്ചപ്പോൾ വിശുദ്ധ ഖുർആൻ തന്നെ അതിന് മറുപടി പറഞ്ഞു, വമാ സ്വാഹിബുക്കും ബിമജ്നൂൻ, നിങ്ങളുടെ കൂട്ടുകാരൻ ഭ്രാന്തനല്ല എന്ന്. മാത്രവുമല്ല പ്രവാചകനു ജിന്നുബാധയേറ്റ് ബുദ്ധിക്ക് കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്ന ആരോപണം വന്നപ്പോൾ പ്രവാചകനെ തന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തു ഖലമിലൂടെ ആയത്തിറക്കി, മാ അൻത ബിനിഅ്മതി റബ്ബിക ബിമജ്നൂൻ, പ്രവാചകരെ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് താങ്കൾക്ക് ഭ്രാന്തു ബാധിച്ചിട്ടില്ല എന്ന്. അപ്പം പ്രവാചകനെതിരെ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത് ശത്രുക്കളാണ്. അതുപോലെ തന്നെ മാരണത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. സൂറത്തു ഇസ്രായിലെ 47-48 വചനങ്ങൾ, സൂറത്തു ഫുർഖാനിലെ 8-9 വചനങ്ങൾ. ഇവിടെയൊക്കെ പ്രവാചകനെതിരെ ആരോപണം ഉന്നയിച്ചവർ മാരണം ബാധിച്ചവനാണ്, അതുപോലെ തന്നെ ഭ്രാന്തനാണ്, കവിയാണ്, ജ്യോത്സ്യനാണ് എന്നു പറഞ്ഞവർ പിഴച്ചുപോയിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത്. ഉൻളുർ കൈഫ ലറബൂ ലക്കൽ അംസാൽ ഫളല്ലൂ ഫലാ യസ്തതിഊന സബീല. ഈ ആയത്തിന്റെ വിശദീകരണം അമാനി മൗലവി നൽകിയിട്ടുള്ള ഖുർആൻ വിവരണമുണ്ട്. അതിൽ നമ്മൾ പരിശോധിച്ചാൽ ഈ കാര്യം ബോധ്യപ്പെടും. ഇപ്പൊ പ്രവാചകന് മാരണം ബാധിച്ചിട്ടുണ്ട് എന്ന വാദം കടുത്ത അന്ധവിശ്വാസമാണ്. എന്നാൽ ഇത്തരത്തിൽ പ്രവാചകനു മാരണം ബാധിച്ചിട്ടുണ്ട് എന്ന് ഹദീസു ഗ്രന്ഥങ്ങളിൽ വന്നിട്ടില്ലേ എന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഹദീസുകളെ നമ്മൾ തള്ളിക്കളയുകയാണോ വേണ്ടത് എന്നാണ് മർമ്മപ്രധാനമായി അവർ ഉന്നയിക്കാറുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഹദീസുകൾ സ്വീകരിക്കുന്നതിന് പണ്ഡിതന്മാർ ഐക്യകണ്ഠേന രേഖപ്പെടുത്തിയിട്ടുള്ള, മുസ്ലിം ലോകം ഒന്നടങ്കം അംഗീകരിച്ചിട്ടുള്ള ഹദീസു നിദാന ശാസ്ത്രമുണ്ട്. ആ ഹദീസു നിദാന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിനെതിരായി വരുന്ന റിപ്പോർട്ടുകൾ, ഹദീസുകൾ എന്ന് പറയപ്പെടുന്നവ, അവ എത്ര ഉന്നതരാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ പോലും ആ റിപ്പോർട്ടുകൾ തള്ളിക്കളയണമെന്നാണ് ഹദീസു നിദാന ശാസ്ത്രത്തിൽ മുസ്ലിം ലോകം ഒന്നടങ്കം അംഗീകരിച്ചിട്ടുള്ള ആശയം. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകനു മാരണം ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടുകളെ നമ്മൾ മാറ്റിവെക്കുന്നത്. അഥവാ വിശുദ്ധ ഖുർആനിൽ ശത്രുക്കളുടെ ആരോപണമായി ഉന്നയിച്ച കാര്യമാണ് പ്രവാചകനു മാരണം ബാധിച്ചിട്ടുണ്ട് എന്ന വാദം. ആ വാദത്തെ അംഗീകരിക്കുന്ന വിധത്തിലുള്ള ഒരു റിപ്പോർട്ടും അംഗീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല എന്നതാണ് സലഫുസ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, കേരള നദ്വത്തുൽ മുജാഹിദീൻ നേരത്തെ തന്നെ ഈ കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 982 നവംബർ മാസത്തിലെ അൽമനാറിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൂസ വാണിമേൽ എഴുതിയ ലേഖനത്തിൽ മുഅ്തസിലിയാക്കളുടെ വാദവും അഹ്ലുസുന്നയുടെ വാദവും എടുത്തു പറഞ്ഞതിനു ശേഷം കേരള നദ്വത്തുൽ മുജാഹിദീന്റെ നിലപാടെന്താണ് എന്ന് ആ ലേഖനത്തിന്റെ അവസാനത്തിൽ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ യാതൊരു പ്രതിഫലനവുമില്ലാത്ത മിഥ്യയായ ഒന്നാണ് സിഹിർ എന്ന് അൽമനാർ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഈ മേഖലയിലുള്ള, ഈ വിഷയത്തിലുള്ള
തീരുമാനം പ്രഖ്യാപിച്ചത് KP മുഹമ്മദ് മൗലവി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, അഗ്രഗണ്യന്മാരായ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അത് പ്രഖ്യാപിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനേറെ ഈ 2016 സെപ്റ്റംബർ മാസത്തിൽ മായിൻകുട്ടി സുല്ലമി എഴുതിയിട്ടുള്ള ലേഖനത്തിലും അൽമനാർ ആ കാര്യം ആവർത്തിച്ചു പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ, പാഠപുസ്തകങ്ങൾ പരിശോധിച്ചു നോക്കിയാലും ഈ കാര്യം കാണാൻ സാധിക്കും. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ മേഖലയിലുള്ള വീക്ഷണം പ്രവാചകനു സിഹ്റു ബാധിച്ചിട്ടില്ല, നമുക്കും സിഹ്റു ബാധിക്കുകയില്ല എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വീക്ഷണം എന്ന് നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുണ്ട്. തീറത്ത് ഷിർക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. 3 പ്രാവശ്യം ആവർത്തിച്ചു. തീറത്ത് ശകുനം നോക്കൽ, ഏതെങ്കിലും ജീവജാലങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ശബ്ദങ്ങളുടെയോ ഒക്കെ അടിസ്ഥാനത്തിൽ ലക്ഷണം നോക്കുകയും അവലക്ഷണം തീരുമാനിക്കുകയും ചെയ്യുന്ന തീറത്ത് എന്ന ആ വിശ്വാസം ഷിർക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെയാണ് കണി കാണൽ, കൈനിട്ടം, കണക്ക് നോട്ടം, ജ്യോത്സ്യം, ഇവയെല്ലാം അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. വല്ലവനും കണക്കുനോട്ടക്കാരന്റെ അടുക്കൽ ചെന്നാൽ 40 ദിവസത്തെ അവന്റെ നമസ്കാരം ബാത്തിലായി എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചു. ആരെങ്കിലും ജ്യോത്സ്യനെ സമീപിക്കുകയും അവൻ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പടച്ച തമ്പുരാൻ ഇറക്കിക്കൊടുത്ത പരിശുദ്ധ ഖുർആനിൽ അവൻ അവിശ്വസിച്ചു എന്നാണ് പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെയാണ് ഇന്ന ആളെ കണി കണ്ടാൽ അതുകൊണ്ട് അന്നു കാര്യങ്ങളൊക്കെ ഉഷാറായി അല്ലെങ്കിൽ ഉഷാറായില്ല എന്ന വിശ്വാസം. അതുപോലെ തന്നെ ഇന്ന ആളുടെ കൈനീട്ടം കിട്ടിയാൽ അന്നത്തെ കാര്യമൊക്കെ നന്നായി തീർന്നു, ഇല്ലെങ്കിൽ നന്നായി തീർന്നിട്ടില്ല എന്നുള്ള വിശ്വാസം. ഇവിടെയൊക്കെ ആത്യന്തികമായി പടച്ചവനിൽ തവക്കുലാക്കേണ്ട വിശ്വാസി അതിൽ നിന്നു മാറി ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം കടുത്ത അന്ധവിശ്വാസങ്ങളായി തീർന്നത്. സൂറത്തു ഫാത്തിറിലെ 2-ാമത്തെ വചനത്തിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മ, പടച്ചവൻ ജനങ്ങൾക്ക് ഒരു കാരുണ്യത്തെ, ഒരു അനുഗ്രഹത്തെ തുറന്നുകൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തെ തടഞ്ഞു നിർത്താൻ ഒരാൾക്കും സാധ്യമല്ല എന്ന. അതുപോലെ തന്നെയാണ് പടച്ചവൻ ജനങ്ങൾക്ക് ഏതെങ്കിലും ഒരു അനുഗ്രഹത്തെ തടഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ ആ തടഞ്ഞുവച്ച അനുഗ്രഹത്തെ നൽകുവാനും ഒരു ശക്തിക്കും സാധ്യമല്ല. സൂറത്ത് യൂനുസിലെ 107-ാമത്തെ വചനത്തിലും സൂറത്ത് സുമറിലെ 38-ാമത്തെ വചനങ്ങളിലും ഈ കാര്യം പടച്ചവൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പടച്ചവനിലുള്ള തവക്കുൽ നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള വിശ്വാസങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കടന്നുവരാൻ പാടില്ല എന്നാണ് ഇത്തിഹാദു ശുബാനിൽ മുജാഹിദീന്, ISM-നും അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിനും സമൂഹത്തെ ഉണർത്താനുള്ളത്. അതുപോലെ തന്നെയാണ് നൂല്, ഏലസ്, ഉറുക്കു, ഇന്നത്തിവലത്ത വത്തമായിമ ഷിർക്കും, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കെട്ടുകയും അതിൽ തവക്കുലാക്കുകയും ചെയ്യുന്നതോടുകൂടി യഥാർത്ഥ തൗഹീദിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും അവൻ ഷിർക്കിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുമെന്ന് പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മുഴുവൻ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പടപൊരുതേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പടയോട്ടത്തിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ ISM-വുമായി മുജാഹിദ് പ്രസ്ഥാനവുമായി നിങ്ങൾ സഹകരിക്കണമെന്നാവശ്യപ്പെട്ട് നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.